ഇപ്പോൾ പുതിയതായിട്ട് കഥ പറയാൻ പോകുന്ന ആളുകളോടും അല്ലെങ്കിൽ പുതിയൊരു പറയാറ് ഇത്രയേ ഉള്ളൂ. പറഞ്ഞാൽ ഇപ്പോൾ നോർമലി എല്ലാം പറയുമ്പോൾ അവിടെ രജിസ്റ്റർ ഇവിടെ രജിസ്റ്റർ അതൊക്കെ സത്യം തന്നെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഒരു ചെറിയ സ്പാർക്കുള്ളൊരു കണ്ടൻറ്റ് മതി എല്ലാവർക്കും വേറെ രീതിക്ക് പ്രസൻറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ സംഭവിച്ച ചരിത്രങ്ങളുണ്ട് ഇല്ലേ, എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് മറ്റൊരാൾക്ക് സംഭവിക്കാതിരിക്കട്ടെ. ഞാനൊരു വർഷങ്ങൾക്ക് ശേഷം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതിപ്പോൾ വേണ്ടിപ്പോൾ ഞാൻ കഥ പറയാൻ പോകുന്നത് തന്നെയാണ് പല ആൾക്കാർക്കും. നാളെയും മന്ത്രാണല്ലോ ജസ്റ്റ് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ എൻ്റെ മുഖം ഇങ്ങനെ കുറച്ച് പേർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ തോന്നണം എൻ്റെ അടുത്ത് പറയേണ്ടത് നല്ല ന്യൂസിൻ്റെ മുമ്പിൽ പോയി പറയും. അങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു എനിക്ക് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഈ ഉണ്ണിമൂന്നായിട്ടൊരു വ്യക്തി വരാക്കി പ്രതികാരമൊന്നുമില്ല. അതിന് ശേഷം അങ്ങനെ ഒരു സാധനം ചെയ്തപ്പോൾ എനിക്കല്ല. ഇപ്പോൾ പ്രകാശ് വർമ്മയുടെ ഒരു ആഡ്, പ്രകാശ് വർമ്മ സാർ ഒരു ആഡ്, പുള്ളി ഭയങ്കര ബ്രില്യൻ ആഡ്മേക്കറാണെന്ന് എനിക്കറിയാം. അപ്പോൾ പുള്ളിയുടെ ഒരു ആഡ് എന്നൊരു ഇൻസ്പിറേഷനിലാണ് മറ്റേ നൻപകൽ നേരത്തെ നയിക്കുന്ന സിനിമ ഉണ്ടായെന്നൊക്കെ ആണല്ലോ. അപ്പോൾ അതാണ്, അപ്പോൾ ഒരു ചെറിയ കണ്ടൻറ്റിൽ ഒരു സാധനം വലുതാക്കി എടുക്കുക. കാരണം ഉണ്ണിമൂന്നിൻ്റെ മൈൻഡിൽ ഞാൻ പോണവരെ അങ്ങനത്തെ ഒരു തീമ മൈൻഡിൽ ഉണ്ടാവില്ലായിരിക്കും. പുള്ളിക്കാരൻ്റെ ഒരു പറഞ്ഞാൽ പുള്ളി കുറ്റം പറയല്ല, പക്ഷേ ആസ് എ കോമൺ മാൻ പുറത്തുനിന്ന് കാണുന്ന ഒരാളെന്ന നിലയ്ക്ക് പുള്ളി പബ്ലിക്കിലേക്ക് വന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നോർമലി മലയാളികൾക്ക് അറിയുന്ന ഒരു കാര്യമാണ്. എനിക്കൊരു വ്യക്തമായ രാഷ്ട്രീയം ഒന്നുമില്ലാത്ത ആളാണ് ഞാൻ. സാധാരണ ആളാണ്. നമുക്കുള്ള വിഷയം നമുക്ക് പറയാൻ പാടില്ല എന്നുണ്ടോ, നമ്മൾ പറയണമെന്ന് ആഗ്രഹിക്കുകയാണ്. കുറച്ച് ലേറ്റായത് മാത്രം എനിക്കറിയാം. പക്ഷേ ഞാൻ പറഞ്ഞു ഉണ്ണിമൂന്നിൻ്റെ നമുക്കറിയാമല്ലോ, പുള്ളിക്കൊരു അജണ്ടയിലൊരു ആക്ടറാണ്. നമുക്കൊരിക്കലും ഫോളോ ചെയ്യാൻ പറ്റുന്നൊരു ആക്ടറൊന്നുമല്ല. നമ്മൾ വലിയ തള്ളി പഠിക്കുന്ന ഒരു സംഭവം പറയില്ല. 2028 മലയാള സിനിമ 100ാം വാർഷികം ആഘോഷിക്കാൻ പോകുന്നൊരു സമയമാണ്. മലയാളത്തിൻ്റെ 100 വർഷം തികയാൻ പോകുന്നൊരു ഇയറാണ് 2028. അല്ലേ, സത്യമല്ലേ? 2028 മലയാളത്തിൻ്റെ 100 വർഷം. വിഗതകുമാരൻ സ്റ്റാർട്ടിങ് മുതൽ ഒരു 100 വർഷത്തെ ഒരു എടുക്കുകയാണെങ്കിൽ, അതായത് മലയാളത്തിൻ്റെ ഫസ്റ്റ് സൂപ്പർ സ്റ്റാർ പറഞ്ഞ തെക്കുറിശി സുകുമാരൻ നായർ എന്ന് പറഞ്ഞിട്ട് തെക്കുറിശി സുകുമാരൻ നായർ സാറാണ് ഫസ്റ്റ് സൂപ്പർ സ്റ്റാർ പറയുന്നത്. അതിനുശേഷം മലയാളത്തിൽ പറയുമ്പോൾ സത്യൻ പ്രേംനസീർ സാർ, അതുപോലെ തന്നെ സുകുമാരൻ സോമൻ, മമ്മൂക്ക, മോഹൻലാൽ, ദുൽഖർ, പൃഥ്വിരാജ്, ആ ഒരു ലെവൽ ഓഫ് ആർട്ടിസ്റ്റിൻ്റെ ഒരു സ്പാൻ ഓഫ് ഒരു ആളുകളില്ലേ. പക്ഷേ ഇവരൊക്കെ ഇല്ലാത്തൊരു ഭയങ്കരമായിട്ടുള്ളൊരു മോശം ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്താണ്. ആസ് എ പുറത്ത് നിൽക്കുന്ന ഒരാളെന്നിലേക്ക് എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരാരും ഒരു പൊതുവേദിയിൽ വന്നിട്ട് മതം പറഞ്ഞിട്ടില്ല. ഒരു വർഗീയമായിട്ടൊരു സാധനം ഒരു സ്റ്റേജിൽ പറഞ്ഞിട്ട് ഞാനിതുവരായിട്ട് ഒരു ആർട്ടിസ്റ്റ് മമ്മൂക്ക, മോഹൻലാൽ, ലാലേട്ടനും മമ്മൂക്കൊക്കെ വലിയ നമ്മളെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരുപാട് ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഭയങ്കര ലെജൻഡറി ആളുകളാണ്. അവർക്ക് അവരത് മതം ഒക്കെ ഉണ്ടെങ്കിൽ അവരൊന്നും പൊതുവേദിയിലെന്ന് പറഞ്ഞ് ചർച്ച ചെയ്തിട്ട് ഒരു വേറെ സാധനം സൃഷ്ടിക്കുന്ന ആളുകളെല്ലാം തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഉണ്ണിമൂന്നിൽ പോകാൻ ആഗ്രഹിച്ച ഒരാൾ പോലും അല്ല അന്ന് കഥ പറയാനായിട്ട്. ഒരു ഉണ്ണിമൂന്നിൻ്റെ അടുത്ത് കഥ പറഞ്ഞെന്ന് പറഞ്ഞല്ലോ, ആ കഥ ഫുള്ളി കേട്ട് കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞ ആ കഥ ഞാൻ പറയുമ്പോൾ പുള്ളിക്കാരൻ അതൊരു ഇൻട്രസ്റ്റ് ലെവലില്ലാത്ത രീതിയൊക്കെ കേട്ടതൊക്കെ എൻ്റെ ഓർമ്മ വെച്ചിട്ട് സത്യത്തിൽ തന്നെയാണ്. പിന്നീട് പുള്ളി പറയുക, എൻ്റെ ഫ്രണ്ട്സിൽ 3-4 പേരുണ്ട്, അവരൊക്കെ ആയിട്ട് ഇരിക്കണം, അവരൊക്കെ ആയിട്ട് ഇരുന്നിട്ട് അവരും കൂടെ തീരുമാനിക്കണം പറഞ്ഞു. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സംഭവം ഉണ്ടായത്. പിന്നെ ഞാനും പറഞ്ഞല്ലോ, ഞാനത് ഇതേ കൺട്രോളർക്ക് ഞാൻ ചോദിച്ചിട്ടുമുണ്ട് കേട്ടോ. പുള്ളിക്ക് തന്നെ ഓർമ്മയൊക്കെ ഉണ്ട്, അറിയാമായിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞില്ല, പിന്നെ ഒരു ഫോളോ അപ്പ് ഒന്നും ഉണ്ടാവില്ലായിരിക്കും. ഫോളോ അപ്പ് ഒന്നും ഇട്ടിട്ടുണ്ടാവില്ല. അതിൻ്റെ ഒരു മിസ്റ്റേക്ക് ആയിരിക്കാം. പുറത്തുനിന്ന് കണ്ട് ക്വാളിറ്റി അല്ല ഒന്നുമില്ല. നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ഒരു ആക്ടർക്ക് ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവണം എന്നുള്ളൊരു സത്യാവസ്ഥയുണ്ട്. അത് പറഞ്ഞാൽ നമുക്ക് ഇത്രയും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി, ആൾക്കാർ റെപ്രസെൻറ്റ് ചെയ്യുന്നൊരു ഓപ്പർച്യൂണിറ്റിയാണ് പൊതുവെ, അല്ലേ? നമുക്കിപ്പോൾ ഒരു സിനിമയിൽ ഇപ്പോൾ തുറന്നു പറയുകയാണെങ്കിൽ ഒരു സ്റ്റേജിൽ ഒരു പൊളിറ്റീഷ്യനോ അല്ലെങ്കിൽ ഒരു സിവിൽ സർവീസ് ചെയ്ത ഒരാളോ അല്ലെങ്കിൽ വേറൊരു തലത്തിൽ ഒരു ആർട്ടിസ്റ്റ് വരുമ്പോൾ, ഏത് നോർമൽ ആർട്ടിസ്റ്റ് എത്ര വലിയ ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, ആർട്ടിസ്റ്റ് വരുമ്പോൾ ഓഡിയൻസ് കൊടുക്കുന്നൊരു വാല്യൂ. അപ്പോൾ അവർ പറയുന്ന വാക്കുകളായിക്കോട്ടെ അല്ലെങ്കിൽ അവർ ഓഡിയൻസിനെ പ്രതിനിധീകരിച്ച് പറയുന്ന ഓരോ വിഷയങ്ങൾ അത് കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു സാധനങ്ങളായിരിക്കണം. അപ്പോൾ ഉണ്ണിമൂന്നിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാവർക്കും അറിയാം, ഞാൻ പറഞ്ഞ കാര്യമൊന്നുമല്ല. നോർമലി പുള്ളിക്കാരൻ്റെ ഒരു പൊളിറ്റിക്കൽ അജണ്ട ഉണ്ടായിരുന്നു, പക്ഷേ അതൊരു നല്ല രീതിക്ക് ആയിരുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞത് പുള്ളി അറിയാവുന്നതാണ് എല്ലാവർക്കും, കാരണം ഇപ്പോൾ കാണുന്നതാണ് ന്യൂസിലൊക്കെ പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് അപ്പോൾ എനിക്ക് തോന്നിയിട്ട് പുള്ളി ഒരു യങ്സ്റ്റേഴ്സിന് ഒരു മാതൃകയാക്കാൻ പറ്റുന്ന ആളെല്ലാം തോന്നി. അതെൻ്റെ അടുത്ത് മോഷ്ടിച്ചുകൊണ്ടെന്നൊന്നും പറയല്ല, എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം പറഞ്ഞതാണ്.